സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഏഷ്യാനെറ്റിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീതാ കല്യാണം. സഹോദരിമാരുടെ കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണ്. സത്യങ്ങളെല്ലാം സീതയും അംബികാദേവിയും തിരിച്ചറിയുന്നതും അംബികാദേവിയുടെയും രാജേശ്വരിയുടെയും പഴയകാലവും കൊലപാതകവുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രേക്ഷകർ കണ്ടത്. രാജേശ്വരി ദേവിയാണ് കൊലപാതകം ചെയ്തതെന്ന് മനസ്സിലാക്കിയതോടെ എല്ലാവരെയും അറിയിക്കണമെന്നും സത്യം തെളിയിക്കണമെന്നും സീത അംബികാദേവിയോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാം അറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് അംബിക. സത്യം എല്ലാവരോടും പറയണമെന്നും പിന്നീടുള്ള കാര്യം മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ സോമനാഥൻ നോക്കിക്കൊള്ളുമെന്നും സീത പറയുന്നു. എന്നാൽ താനൊരു കൊലപാതകയാണെന്ന വിഷമം ഇതോടെ മാറിയെന്നും എന്നാൽ ഉടൻ എടുത്തുചാട്ടം കാണിക്കേണ്ടെന്നും ക്ഷമിക്കാനുമാണ് അംബികാദേവി സീതയോട് പറയുന്നത്. എന്നാൽ വീട്ടിൽ തിരിച്ചെത്തുന്ന സീത രാജേശ്വരിയോട് ദേഷ്യത്തിൽ പെരുമാറുകയും ചില സൂചനകൾ നൽകുകയും ചെയ്യുന്നു. സീത സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയോ എന്ന സംശയത്തിലാണ് രാജേശ്വരി ദേവി. അംബികാദേവിയെ മോശക്കാരിയാക്കുക എന്ന ഉദ്ദേശത്തോടെ അവർ ഒരു കൊലപാതകയാണെന്ന സത്യം രാജേശ്വരി കല്യാണിനോടും അജയോടും പറയുന്നു. എന്നാൽ അത് രാജേശ്വരിയാണ് ചെയ്തതെന്ന് തനിക്കറിയാമെന്ന സൂചനയാണ് സീത നൽകുന്നത്. അംബിക കൊലപാതകയാണെന്നറിയുന്നതോടെ കല്യാണിന് ഞെട്ടലുണ്ടാകുന്നു. എന്നാൽ അത് അങ്ങനെയല്ലെന്നും അത് മറ്റൊരാളാണ് ചെയ്തതെന്നും സീത കല്യാണിനോട് പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ അമ്മ കൊലപാതകയല്ലെന്ന് തന്നോട് തെളിയിക്കുന്നതുവരെ താൻ തൻ്റെ വളർത്തമ്മയായ രാജേശ്വരി ദേവിയെ മാത്രമേ വിശ്വസിക്കൂ എന്ന് കല്യാൺ സീതയോട് പറയുന്നു. സീതയോട് മഹേന്ദ്രൻ എന്തെങ്കിലും സത്യം പറഞ്ഞോ എന്നറിയാനായി രാജേശ്വരി ദേവിയും മാനേജർ മൂർത്തിയും മഹേന്ദ്രൻ്റെ വീട്ടിലെത്തുന്നതും സീത പണം നൽകാമെന്ന് പറഞ്ഞ സത്യങ്ങൾ മനസ്സിലാക്കിയ വിവരം അറിയുകയും ചെയ്യുന്നതുവരെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രേക്ഷകർ കണ്ടത്. എന്നാൽ സത്യങ്ങൾ മനസ്സിലാക്കിയ അംബികാദേവിയോട് തിരികെ കുടുംബത്തിലേക്ക് ചെല്ലാനും സത്യങ്ങൾ എല്ലാവരോടും പറയാനും ശിഷ്യനായ ഋഷികേശ് പറയുന്നുണ്ട്. കാഷായ വസ്ത്രം അഴിച്ചുവെച്ച് വീണ്ടും കുടുംബവുമായി സന്തോഷ ജീവിതം നയിക്കാൻ സ്വാമിനിക്ക് ആഗ്രഹമില്ലേ എന്നും അത്തരത്തിൽ ഈ സന്യാസം ഉപേക്ഷിച്ച് വീണ്ടും കുടുംബവുമൊത്ത് ജീവിക്കൂ എന്നും അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ അംബികാദേവി അത് വേണ്ടെന്നും ആലോചിക്കാൻ സമയം വേണമെന്നുമാണ് പറയുന്നത്. കൊലപാതകത്തെക്കുറിച്ചുള്ള കൂടുതൽ സത്യങ്ങൾ മനസ്സിലാക്കണമെന്നും തെളിവുകളെല്ലാം കണ്ടെത്തിയ ശേഷം രാജേശ്വരിക്കെതിരെ പ്രവർത്തിക്കാമെന്നുമാണ് ഇവരുടെ തീരുമാനം. എന്നാൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സീതയെ രാജേശ്വരി ദേവി വകവരുത്താനുള്ള പദ്ധതികളാണ് തയ്യാറാക്കുന്നത്. രാജേശ്വരി തന്നെ ഇനിയും പീഡിപ്പിക്കുകയാണെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് സീത ഉറപ്പിക്കുന്നു. അവരാണ് യഥാർത്ഥ കൊലപാതകമെന്ന് എല്ലാവരെയും അറിയിക്കുമെന്നും എന്നാൽ രാജേശ്വരി ഇതുവരെയും സീതയെ ഒന്നും ചെയ്യാത്തതിനാൽ സത്യം സീത അറിഞ്ഞ വിവരം രാജേശ്വരി മനസ്സിലാക്കിയിട്ടില്ല എന്ന ആശ്വാസത്തിലാണ് അംബികാദേവി. കല്യാൺ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് സീതയെ വകവരുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണവർ. കല്യാൺ പോകുന്നതോടെ സീതയെ കൊല്ലാനാണ് പദ്ധതി. എന്നാൽ ഇന്നത്തെ പ്രൊമോ എത്തിയതോടെ പ്രേക്ഷകർ ആശ്വാസത്തിലാണ്. സീതയെ കല്യാൺ വിദേശത്തേക്ക് ഒപ്പം കൊണ്ടുപോകാൻ തയ്യാറാകുന്നതാണ് പ്രൊമോയിലുള്ളത്. എയർപോർട്ടിൽ യാത്രയാക്കാൻ വരുന്ന സീതയും തൻ്റെ ഒപ്പം വരുമെന്ന് എല്ലാവരോടും കല്യാൺ പറയുന്നു. എന്നാൽ രാജേശ്വരി ഇത് കേട്ട് ഞെട്ടുകയാണ്. സീത കല്യാണിനൊപ്പം പോകുമെന്ന ആശ്വാസത്തിലാണ് പ്രേക്ഷകർ. എന്നാൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ യാത്ര രാജേശ്വരി ദേവി മുടക്കും എന്നും ആരാധകർ പറയുന്നുണ്ട്. സീത ഒപ്പം പോകാതിരിക്കാനായി കല്യാണിൻ്റെ യാത്രയും രാജേശ്വരി ദേവി മുടക്കുമോ എന്നാണ് പ്രേക്ഷകരുടെ സംശയം. പ്രൊമോ എത്തിയതോടെ പ്രേക്ഷകർ ആകാംക്ഷയിലാണ്. എന്നാൽ സീത കല്യാണിനൊപ്പം പോകണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.